ഒരു 3 വർഷം മുമ്പ് ദളപതി വിജയുടെ അവസാന ചിത്രം ഈ വർഷം 2026 റിലീസാകുമെന്നും അതിനുശേഷം അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കില്ലെന്നും സത്യമായിട്ട് നമ്മൾ ആരും ചിന്തിച്ചു പോലും കാണില്ല. 5-10 വർഷമല്ല, നീണ്ട 30 വർഷക്കാലം ഒരു നടൻ ഒരു സിനിമയുടെ മുൻനിരയിൽ വിജയകരമായി തുടരുക എന്നത് അത്ര സാധാരണമായ കാര്യമല്ല. നിരവധി പോരാട്ടങ്ങളും ഒരുപാട് അപമാനങ്ങളും എണ്ണമറ്റ വിമർശനങ്ങളും മറികടന്ന് ഇന്ന് ദളപതി വിജയ്ക്ക് പിന്നിൽ ഒരു വലിയ ജനതയുണ്ട്. അവരുടെ നായകനാണ് അദ്ദേഹം. ഒരു സിനിമാ കുടുംബത്തിൽ ജനിച്ച വിജയ് തന്റെ പിതാവും സംവിധായകനുമായ S.A. ചന്ദ്രശേഖറിന്റെ ചിത്രത്തിലൂടെ ചെറുപ്പകാലത്ത് തന്നെ ഒരു ബാലതാരമായി അഭിനയം ആരംഭിച്ചു. 1984 ക്യാപ്റ്റൻ വിജയകാന്തിന്റെ വെട്രി എന്ന സിനിമയിലൂടെയാണ് വിജയ് ഒരു ബാലതാരമായി ആദ്യമായിട്ട് ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം പിതാവിന്റെ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന വിജയ് ഒരു ദിവസം തന്റെ അച്ഛന്റെ അടുത്ത് തലൈവർ രജനീകാന്തിന്റെ അണ്ണാമലൈ സിനിമയിൽ വരുന്ന ഒരു ഐക്കോണിക് ആയിട്ടുള്ള ചലഞ്ച് സീന് അഭിനയിച്ചു കാണിക്കുന്നു. ആ നിമിഷം മുതലാണ് വിജയ്ക്കുള്ളിൽ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് താൻ തിരിച്ചറിഞ്ഞതെന്ന് S.A. ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. 1992 തന്റെ 18ാം വയസ്സിൽ നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ വിജയ് നായകനായിട്ട് അരങ്ങേറ്റം കുറിച്ചു. ആ ചിത്രം വലിയൊരു പരാജയം മാത്രമായിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന്റെ ലുക്കിനെ പരിഹസിച്ച് ഒത്തിരി പേര് സംസാരിച്ചു. ഈ മുഖം കാണാനാണോ ഞങ്ങൾ പണം തരുന്നത് എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. 1993 സിനിമയെ തിളങ്ങി നിന്നിരുന്ന ക്യാപ്റ്റനോടൊപ്പം ചേർന്ന് സിനിമ ചെയ്താൽ തനിക്ക് ഒരു അംഗീകാരം ലഭിക്കുമെന്ന് കരുതി വിജയ് അദ്ദേഹത്തോടൊപ്പം സിന്ദൂരപ്പാണ്ടി എന്ന സിനിമ ചെയ്തു. എന്നാൽ ആ ഒരു സിനിമയും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച വിജയം നൽകിയില്ല. 1994 പുറത്തിറങ്ങിയ രസികൻ എന്ന സിനിമയിലൂടെയാണ് വിജയ്ക്ക് ഇളയ ദളപതി എന്ന പദവി ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഇളയ ദളപതി തന്റെ ആദ്യ ഗാനം ആലപിക്കുന്നതും ഈ സിനിമയിലാണ്. 1995 ഇളയ ദളപതിയുടേതായിട്ട് 4 സിനിമകൾ റിലീസ് ചെയ്തു. ദേവ, രാജാവിൻ പറവയിലെ, വിഷ്ണു, ചന്ദ്രലേഖ. വിഷ്ണു എന്ന സിനിമ ഹിറ്റായോ ഇല്ലയോ എന്നതിനപ്പുറം ആ സിനിമയിൽ വിജയ് പാടിയ പാട്ട് വലിയ തരംഗമായി മാറി. എങ്കിലും ഈ 4 സിനിമകളും വിജയുടെ കരിയറിൽ വലിയ ബ്രേക്ക് ഒന്നും നൽകിയില്ല. 1996 ദളപതിയുടേതായിട്ട് 5 സിനിമകൾ റിലീസാകുന്നുണ്ട്. കോയമ്പത്തൂർ മാപ്പിളെ, പൂവേ ഉനക്കാകെ, വസന്തവാസൽ, മാമ്പുമികു മാനവൻ, പിന്നെ സെൽവ. ശരിക്കും ഇവിടുന്നായിരുന്നു വിജയ് എന്ന ആക്ടറിന്റെ വിജയത്തിന്റെ തുടക്കം. ഇതിൽ പൂവേ ഉനക്കാകെ എന്ന സിനിമ വിജയ് 5 വർഷമായിട്ട് എന്തിനാണോ കാത്തിരുന്നത് ആ വിജയം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇത്രയും വലിയ വിജയത്തിന് ശേഷം ആ വർഷം റിലീസ് ചെയ്ത ബാക്കി സിനിമകളൊന്നും വിജയ്ക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അതൊക്കെ വെറും സാധാരണ സിനിമകളായി ഒതുങ്ങി. 1997 കാലമെല്ലാം കാത്തിരിപ്പിൻ, ലവ് ടുഡേ, വൺസ് മോർ, നേർക്ക് നേർ, കാതൽക്കും അറിയാതെ എന്നിങ്ങനെ 5 സിനിമകളാണ് ദളപതിയുടേതായിട്ട് റിലീസ് ചെയ്തത്. അതിൽ കാലമെല്ലാം കാത്തിരിപ്പേനൊഴികെ ബാക്കി 3 സിനിമകളും ദളപതിക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ വിജയം സമ്മാനിച്ച സിനിമകളായിരുന്നു. പിന്നീട് വിജയും അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സൂര്യയും ഒന്നിച്ചെത്തിയിട്ടുള്ള സിനിമയായിരുന്നു നേർക്കുനേർ. നേർക്കുനേർ എന്ന സിനിമയിൽ സൂര്യ അഭിനയിക്കുന്നതിന് മുമ്പ് ആ റോളിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് അജിത്തിനെയായിരുന്നു. പൂവേ ഉനക്കാകെ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ദളപതിയുടെ 2ാമത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു കാതൽക്ക് മര്യാദ. മലയാള സിനിമയായ അനിയത്തി പ്രാവിന്റെ റീമേക്ക് ആയിരുന്നു കാതലുക്ക് മര്യാദ. മലയാളത്തിലെ ഈ സിനിമയുടെ വൻ വിജയത്തിന് ശേഷമാണ് തമിഴിലും തെലുങ്കിലും ഈ സിനിമ റീമേക്ക് ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിലെ അനിയത്തി പ്രാവിനേക്കാൾ 3 ഇരട്ടി കളക്ഷൻ നേടിക്കൊണ്ട് ഇളയ ദളപതി ജനങ്ങളുടെ മനസ്സിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ആയി മാറി. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ദളപതിക്ക് തമിഴ്നാട് സർക്കാരിന്റെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള കലൈമാമണി പുരസ്കാരം കിട്ടുന്നത്. 1998 നിനയത്തേൻ വന്തേൻ, പ്രിയമൂടൻ, നിലവേ വാ എന്നീ 3 സിനിമകൾ റിലീസായി. കാതലുക്കു മര്യാദ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ദളപതിക്ക് ഈ 3 സിനിമകളും ബാക്ക് ടു ബാക്ക് വലിയ വിജയങ്ങളാണ് സമ്മാനിച്ചത്. ഇതോടെ ദളപതി ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസം നേടിയെടുക്കാനായിട്ട് തുടങ്ങി. 1999 സംവിധായകൻ എഴിലിന്റെ ആദ്യ ചിത്രമായിട്ടുള്ള തുള്ളാതെ മനവും തുള്ളും റിലീസാകുന്നു. ഇത് ദളപതിയുടെ കരിയറിലെ തന്നെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറി. ഈ സിനിമയിൽ ഒരു സീനുണ്ട്. ദളപതി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സീനായിരുന്നു അത്. തുടർച്ചയായി ഹിറ്റുകൾ നൽകിക്കൊണ്ടിരുന്ന ദളപതിക്ക് അതേ വർഷം റിലീസായിട്ടുള്ള എൻട്രതും കാതൽ, നെഞ്ചിനിലെ, മിൻസാര കണ്ണ എന്നീ സിനിമകൾക്ക് വലിയ വിജയം നേടാനായിട്ട് സാധിച്ചില്ല. അവ വെറും ആവറേജ് സിനിമകളായി മാറി ബോക്സ് ഓഫീസിൽ. 2000 S.J. സൂര്യയുടെ സംവിധാനത്തിൽ ഖുഷി സിനിമ റിലീസാകുന്നു. ദളപതിക്ക് ആ സിനിമ വലിയൊരു വിജയമാകുന്നു. ഖുഷി സിനിമയിലെ പല സീനുകളും ഇന്ന് ഐക്കോണിക് സീനുകളായി നിലനിൽക്കുന്നു. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടി
നിനേത്തേന് വന്ദൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രമായിരുന്നു പ്രിയമാണവളെ. അതേ വർഷം തന്നെ റിലീസാവുകയും ദളപതിക്ക് മറ്റൊരു വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. 2001 വിജയ് സൂര്യ കൂട്ടുകെട്ടിലെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഫ്രണ്ട്സ് റിലീസാകുന്നു. ദളപതി തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയതുപോലെ ഈ സിനിമയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറുന്നു. നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഫ്രണ്ട്സ് സിനിമ തന്നെയാണ് തമിഴിലും റീമേക്ക് ചെയ്തത്. ഫ്രണ്ട്സ് സിനിമയിലെ കോമഡി രംഗങ്ങളൊക്കെ മലയാളത്തിലും തമിഴിലും ഒരേപോലെ എവർഗ്രീൻ ഹിറ്റ് കോമഡികളായി മാറി. സംവിധായകൻ സിദ്ദിഖ് തന്നെയായിരുന്നു തമിഴിലും ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വലിയ ഹിറ്റ് ആയതുപോലെ തന്നെ ദളപതിക്കും ഈ സിനിമ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറുന്നു. അതേ വർഷം തന്നെ റിലീസ് ചെയ്ത മറ്റൊരു റീമേക്ക് ചിത്രമാണ് ബദ്രി. തമിഴ് എന്ന തെലുങ്ക് സിനിമയെ റീമേക്ക് ചെയ്ത് തമിഴിൽ ബദ്രി എന്ന പേരിൽ റിലീസ് ചെയ്യുന്നു. ബദ്രി എന്ന സിനിമ ദളപതിക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ വിജയം സമ്മാനിച്ച സിനിമയായിരുന്നു. അതേ വർഷം തന്നെ ഷാജഹാൻ എന്ന സിനിമ ദളപതിയുടേതായിട്ട് റിലീസ് ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു ഹാട്രിക് വിജയം സമ്മാനിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഷാജഹാൻ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. രണ്ടായിരത്തി തമിഴൻ സിനിമ റിലീസാകുന്നു. അതൊരു വലിയ വിജയമായി മാറിയില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റായി മാറാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം ദളപതി സംവിധായകൻ വിൻസെന്റ് സെൽവനുമായിട്ട് വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു യൂത്ത്. നമ്മൾ മലയാളികളുടെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് ഇന്ന് ഈ ചിത്രം. ഇതേ വർഷം തന്നെയാണ് ഭഗവതി എന്ന സിനിമ റിലീസാകുന്നത്. അതുവരെ റൊമാൻറ്റിക് ചിത്രങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന വിജയ് പെട്ടെന്ന് ലുക്കും രീതിയും എല്ലാം മാറ്റിക്കൊണ്ട് ഒരു റിവഞ്ച് സ്റ്റോറി ചെയ്തപ്പം അത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും ഈ സിനിമയിലെ വിജയുടെ മാസ് പ്രകടനം, ആക്ഷൻ രംഗങ്ങൾ, ഗാനങ്ങൾ എന്നിവയ്ക്ക് ആരാധകർക്കിടയിൽ വലിയൊരു ആരാധന നേടി. പിന്നീട് ടെലിവിഷൻ റിലീസിലൂടെ ഈ സിനിമയ്ക്ക് ഒരു കൾട്ട് ഫാൻ ബേസ് ലഭിച്ചു. 2003 പൊങ്കൽ സമയത്താണ് വസീകര റിലീസാകുന്നത്. മറ്റൊരു തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്കായി എത്തിയ വസീകരയ്ക്ക് ദളപതി പ്രതീക്ഷിച്ച വിജയമൊന്നും നേടാനായില്ല. കാരണം പൊങ്കൽ റിലീസായിട്ട് വിക്രത്തിന്റെ ധൂൾ എന്ന ചിത്രവും റിലീസായിരുന്നു. ധൂൾ എന്ന ചിത്രവുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി വസീകരയ്ക്ക് സാധിച്ചില്ല. അതേ വർഷം റിലീസ് ചെയ്ത പുതിയ ഗീത എന്ന ചിത്രവും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതൊരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷത്തിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന ദളപതിയെ തികച്ചും വ്യത്യസ്തനായ ഒരു മാസ് ആക്ഷൻ ഹീറോ ലെവലിലേക്ക് മാറ്റിയ ചിത്രമായിരുന്നു തിരുമലൈ. ആ വർഷത്തെ ദീപാവലി റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. ദളപതിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ട്രെയിനിങ് പോയിന്റ് ആയിട്ട് ഈ സിനിമ മാറി. ദളപതിയുടെ ക്യാരക്ടർ, ലുക്ക്, ആക്ഷൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മറ്റൊരു ഡയമെൻഷൻ തന്നെയാണ് തിരുമലൈ ചിത്രത്തിലൂടെ നമ്മൾ കണ്ടത്. 2004 ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉദയ റിലീസ് ചെയ്യുന്നു. 1999 ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രമായിരുന്നു ഉദയ. ചില കാരണങ്ങൾ കാരണം ഇത്രയും കാലവും പെട്ടിയിലിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസായപ്പോൾ ദളപതിക്ക് കരിയറിലെ ഏറ്റവും വലിയ പരാജയമാണ് നൽകിയത്. എന്നാൽ ആ പരാജയത്തെ പൂർണ്ണമായി മറികടന്നുകൊണ്ട് തൊട്ടടുത്ത മാസം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ചിത്രമാണ് ഗില്ലി. ഗില്ലി ദളപതിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 20 വർഷങ്ങൾക്ക് ശേഷം 2025 ചിത്രം റീ റിലീസ് ചെയ്തപ്പോൾ ടൈറ്റാനിക് സിനിമയുടെ റീ റിലീസ് റെക്കോർഡ് വരെ തകർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. ഗില്ലി സിനിമയിലെ ഓരോ സീനും ഡയലോഗും വരെ ഇന്ന് നമുക്ക് മനപ്പാടമാണ്. ഒരു വില്ലൻ സ്ട്രോങ് ആയാൽ മാത്രമേ നായകന് മാസ് കിട്ടൂ. അതിനനുസരിച്ച് ഒരു ഐക്കോണിക് വില്ലൻ തന്നെയായിരുന്നു പ്രകാശ് രാജിന്റെ മുത്തുപ്പാണ്ടി. കൂടാതെ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാ പാട്ടുകളും ഇന്ന് ഐക്കോണിക് പാട്ടുകളായി നിലനിൽക്കുന്നു. ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിട്ടുള്ള ഗില്ലിക്ക് ശേഷം ആ വർഷം റിലീസ് ചെയ്തിട്ടുള്ള മധുര എന്ന ചിത്രം ദളപതിക്ക് വലിയൊരു പരാജയമായി മാറി. തുടർന്നുണ്ടായ പരാജയങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2005 പൊങ്കൽ റിലീസായി തിരുപ്പാച്ചി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നു. ആ സമയത്ത് പല വമ്പൻ സിനിമകളും ഉണ്ടെങ്കിലും പൊങ്കൽ വിന്നറാകാൻ വേണ്ടി തിരുപ്പാച്ചിക്ക് കഴിഞ്ഞു. അതേ വർഷം തന്നെയാണ് സച്ചിൻ സിനിമ റിലീസാകുന്നത്. ഇന്നും പ്രേക്ഷകരുടെ എക്കാലത്തെയും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് സച്ചിൻ. രജനീകാന്തിന്റെ ചന്ദ്രമുഖി എന്ന റീമേക്ക് ചിത്രത്തോടൊപ്പം ഒരേ സമയത്ത് റിലീസ് ചെയ്തത് കൊണ്ടാണ് സച്ചിൻ സിനിമയ്ക്ക് അന്ന് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ബോക്സ് ഓഫീസ് പരാജയം ഒരു വശത്ത് ഉണ്ടായിരുന്നെങ്കിലും സച്ചിൻ സിനിമ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല.
ഇന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ദളപതിയെ സച്ചിൻ എന്ന സിനിമയിലെ പോലെ മറ്റൊരു ചിത്രത്തിൽ കാണാനാണ്. സച്ചിൻ, ശാലിനി എന്നീ കഥാപാത്രങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. തിരുപ്പാച്ചി എന്ന വൻ വിജയത്തിന് ശേഷം ദളപതി വീണ്ടും സംവിധായകൻ പേരരസുമായിട്ട് കൈകോർത്തു. അദ്ദേഹത്തിന്റെ പതിവ് കൊമേഴ്ഷ്യൽ മസാല ഫോർമുല ഒരുങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ശിവകാശി. പേരരസിന്റെ ആ കൊമേഴ്ഷ്യൽ ഫോർമുല വീണ്ടും ഒരു വിജയമായി മാറി വിജയിക്ക്. 2006 തിരുമല ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വീണ്ടും ഒന്നിച്ച് ഒരു തെലുങ്ക് ചിത്രം റീമേക്ക് ചെയ്തുകൊണ്ട് ആദ്യം റിലീസ് ചെയ്തു. എന്നാൽ ശിവകാശി ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഈ ചിത്രം ഒരു പരാജയമായി മാറി. 2007 മറ്റൊരു റീമേക്ക് ചിത്രമായി കൊണ്ട് പോക്കിരി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി. ഇത്തവണ ഒട്ടും പിഴച്ചില്ല. ബോക്സ് ഓഫീസ് മൊത്തമായി തല്ലി തകർത്തുകൊണ്ട് മുന്നേറുകയായിരുന്നു പോക്കിരി. അതേ വർഷം തന്നെ റിലീസ് ചെയ്ത അഴകിയ തമിഴ് മകൻ പോക്കിരി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ദളപതിക്ക് വീണ്ടും ഒരു ഫ്ലോപ്പ് സമ്മാനിച്ചു. 2001 മുതൽ 2007 വരെയുള്ള കാലഘട്ടം ദളപതിയെ സംബന്ധിച്ചിടത്തോളം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു. ഒരു ഭാഗത്ത് വൻ പരാജയവും മറുഭാഗത്ത് വൻ വിജയവുമായിട്ട് മാറി മാറിയാണ് ചിത്രങ്ങൾ വന്നത്. 2008 മുതൽ 2010 വരെയുള്ള കാലഘട്ടം ദളപതിയുടെ കരിയറിലെ കംപ്ലീറ്റ് ഡൗൺഫാൾ ആയിരുന്നു. കാരണം ആ വർഷങ്ങളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ കുരുവി, വില്ല്, വേട്ടക്കാരൻ, സുറ എന്നീ ചിത്രങ്ങളായിരുന്നു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ദളപതിയുടെ 50ാമത്തെ ചിത്രമായി വന്ന സുറ പരാജയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. 2011 കാവലൻ സിനിമ റിലീസ് ചെയ്തു. നമ്മുടെ മലയാള ചിത്രമായിട്ടുള്ള ബോഡി ഗാർഡിന്റെ റീമേക്ക് ആയിരുന്നു കാവലൻ. കാവലൻ സിനിമ വലിയൊരു വിജയമായിരുന്നില്ലെങ്കിൽ പോലും ദളപതിക്ക് കരിയറിൽ പുതിയൊരു പ്രതീക്ഷ നൽകാൻ വേണ്ടി ചിത്രത്തിന് കഴിഞ്ഞു. അതേ വർഷം തന്നെ ദളപതിയുടെ മാസ് ആക്ഷൻ പാറ്റേണിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു വേലായുധം. ഒരുപാട് നാളുകൾക്ക് ശേഷം ദളപതിക്ക് കൃത്യമായ ഒരു കൊമേഴ്ഷ്യൽ വിജയം നൽകാൻ വേണ്ടി വേലായുധത്തിന് സാധിച്ചു. 2012 ദളപതിയുടെ ഒരു തകർപ്പൻ റീ എൻട്രി തന്നെയാണെന്ന് പറയാം. നൻപൻ, തുപ്പാക്കി എന്നിങ്ങനെ ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളാണ് ദളപതിക്ക് കിട്ടിയത്. നൻപൻ 3DS എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നിട്ട് കൂടി ഒട്ടും പ്രതീക്ഷകളെ നിരാശപ്പെടുത്താത്ത രീതിയിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. വർഷങ്ങളായി ദളപതിയെ സ്ഥിരം ആശം മസാല വേഷങ്ങളിൽ മാത്രം കണ്ടിരുന്ന പ്രേക്ഷകന് പഞ്ചവൻ പാരിവേന്ദ്ര എന്ന വേർപെട്ട കഥാപാത്രമായി അദ്ദേഹം മുന്നിലെത്തിയപ്പോൾ അതൊരു പുതിയ അനുഭൂതിയായിരുന്നു. സംവിധായകൻ ശങ്കർ എവിടെയും പാളിച്ചകൾ വരുത്താതെ മികച്ച താരനിരയെ അണിനിർത്തി തന്റേതായ രീതിയിൽ നൻപൻ വളരെ മനോഹരമാക്കി തന്നെ ഒരുക്കി. ദളപതിയുടെ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് ശേഷം നൻപൻ സിനിമ വലിയൊരു തിരിച്ചുവരവാണ് സമ്മാനിച്ചത്. അതേ വർഷം തന്നെയായിരുന്നു ദീപാവലി റിലീസായി AR മുരുകദോസ് സംവിധാനം ചെയ്ത തുപ്പാക്കി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി മാറി തുപ്പാക്കി. നമ്മൾ ദളപതിയെ മാസായും റൊമാൻറ്റിക് ആയും കോമഡി വേഷങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ തുപ്പാക്കിയിലൂടെ മാസും ക്ലാസും ഒത്താണെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത പുതിയൊരു വിജയിയാണ് AR മുരുകദോസ് കാണിച്ചതെന്ന്. ഒരാൾ കരിയറിൽ ഉയരങ്ങളിലേക്ക് വളരുവാണെന്ന് മനസ്സിലാക്കിയാൽ അയാളെ താഴേക്ക് വലിച്ചിടാൻ ഒരുപാട് പേര് രംഗത്തെത്താറുണ്ട്. അതുപോലെ തന്നെ തുപ്പാക്കി സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയപ്പോൾ മുതൽ അത് തിയേറ്ററിലേക്ക് വരുന്നത് വരെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചിത്രത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും തുപ്പാക്കി സിനിമയുടെ വിജയത്തെ തടയാൻ വേണ്ടി ആർക്കും കഴിഞ്ഞില്ല. Kill them with your success, bury them with your smile. മദ്രാസ് പഠനം എന്ന സിനിമ ഏറെ ഇഷ്ടപ്പെട്ട ദളപതി അതിന്റെ സംവിധായകൻ AL വിജയെ നേരിട്ട് വിളിച്ച് നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറയുകയായിരുന്നു. അങ്ങനെ സംഭവിച്ച ചിത്രമാണ് തലൈവ. എന്നാൽ ആ ചിത്രത്തിന്റെ റിലീസിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന ഒടുവിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയെങ്കിലും തലൈവയ്ക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. തുടർന്ന് 2014 ദളപതിയുടെ തനത് ശൈലിയിൽ ആരാധകർക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ജില്ല. അതൊരു സാധാരണ വിജയം മാത്രമേ നേടിയുള്ളൂ. അതേ വർഷം തന്നെയാണ് തുപ്പാക്കി സിനിമയുടെ വൻ വിജയത്തിന് ശേഷം AR മുരുകദോസും ദളപതിയും കത്തി സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നത്. വൻ പ്രതീക്ഷയോടെ എത്തിയിട്ടുള്ള കത്തി പ്രേക്ഷകരുടെ എല്ലാ പ്രതീക്ഷകളെയും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തി. ഈ ചിത്രത്തിനും ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ദളപതി AR മുരുകദോസ് കൂട്ടുകെട്ട് വീണ്ടും ഒരു ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്റർ വിജയം കൂടിയായി. 2015 പുലി എന്ന ചിത്രത്തിലൂടെ ദളപതിക്ക് ചെറിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. 5 വർഷത്തിന് ശേഷമാണ് ദളപതിക്ക് പുലി എന്നൊരു പരാജയം ഉണ്ടാകുന്നത്. 2016 സംവിധായകൻ അറ്റ്ലിയും ദളപതിയും ആദ്യമായി ഒന്നിച്ച തെരി സിനിമ റിലീസാകുന്നു. ഫാൻ മൊമെന്റ്സ്, ഇമോഷൻ, ആക്ഷൻ, ഡ്രാമ തുടങ്ങി എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പവർ പാക്ഡ് ഐറ്റം തന്നെയായിരുന്നു തെരി. 2017 ഭൈരവ ചിത്രത്തിലൂടെ ദളപതിക്ക് വീണ്ടും വിജയം കൈവിട്ടുപോയി. പോസ്റ്റർ റിലീസ് ചെയ്ത സമയം തന്നെ ആളുകൾ സിനിമയെ കളിയാക്കാനായിട്ട് തുടങ്ങി. സിനിമയും അതുപോലെ തന്നെയായിരുന്നു. ഭൈരവയിൽ പഴയ വിജയ് ട്രെയിൻ ട്രാവൽ ചെയ്ത് വന്ന പോലെ ഉണ്ടായിരുന്നു. പഴയ അതേ ആക്ഷൻ മസാല ഫോർമുല അല്ലാതെ പുതുതായി ഒന്നും സിനിമയിൽ ഇല്ലായിരുന്നു.
തെരിയുടെ വൻ വിജയത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നു ചേർന്ന് റിലീസ് ചെയ്ത ചിത്രമാണ് മെർസൽ. മെർസൽ വിജയ് ആരാധകർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ചിത്രമാണെന്ന് പറയാം. തെരിക്ക് ശേഷം ദളപതിയുടെ മാസ് അപ്പീൽ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് അലിക്ക് മനസ്സിലായി. മെർസൽ സിനിമയിലാണ് വിജയ് തന്റെ പേര് ഇളയ ദളപതി എന്നതിൽ നിന്ന് ദളപതി എന്ന് മാറ്റുന്നത്. തുപ്പാക്കി, കത്തി എന്നീ തുടർച്ചയായ ഹിറ്റുകൾക്ക് ശേഷം ദളപതിയും AR മുരുകദോസും മൂന്നാം തവണയും ഒന്നിക്കുന്നു. അങ്ങനെ 2018 സർക്കാർ സിനിമ റിലീസാകുന്നു. ഇത്തവണ ഹൈപ്പ് ഇരട്ടിയായിരുന്നു. സർക്കാർ സിനിമ കളക്ഷനിൽ വലിയ ഹിറ്റ് ആയിരുന്നെങ്കിലും സിനിമ ആർക്കും അത്ര വർക്കൗട്ട് ആയില്ല. ഈ സമയത്താണ് ദളപതി തന്റെ ഓഡിയോ ലോഞ്ച് പ്രസംഗത്തിലൂടെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് എന്ന സൂചനകൾ കൊടുത്തു തുടങ്ങിയത്. 2019 തെരി, മെർസൽ എന്നീ സിനിമയ്ക്ക് ശേഷം വിജയ് ആൻഡ് അല്ലി ബിഗിൽ സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു. ബിഗിൽ സിനിമയിലെ രായപ്പൻ ക്യാരക്ടർ ഇപ്പോൾ വരെയും നമുക്ക് സ്പെഷ്യലാണ്. അങ്ങനെ ഓരോരോ ചിത്രങ്ങൾ കഴിയുമ്പോഴും ദളപതി ബോക്സ് ഓഫീസിലെ രാജാവായി മാറി. ഓരോ തവണയും തന്റെ റെക്കോർഡുകൾ തന്നെ അദ്ദേഹം തിരുത്തി കുറിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ സിനിമയിൽ വിജയ് പാടിയ വെറുത്തനം സോങ് ഇന്ത്യ ലെവലിൽ ട്രെൻഡായി. അങ്ങനെ 2021 കോവിഡ് ടൈമിൽ 50% ഓക്യുപ്പൻസിയിൽ മാസ്റ്റർ റിലീസാകും. വർഷങ്ങൾക്ക് ശേഷം ദളപതി ചെയ്ത JD എന്ന കഥാപാത്രം എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറി. ദളപതിയുടെ മുൻകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാസ്റ്റർ വളരെ മികച്ചതായിരുന്നു. കൂടാതെ സിനിമയിൽ വിജയ് പാടിയ കുട്ടി സ്റ്റോറി എന്ന പാട്ട് വലിയ ട്രെൻഡായിരുന്നു. ഡോക്ടർ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം നെൽസനും ദളപതിയും ഒന്നിക്കുന്നു. 2022 ബീസ്റ്റ് റിലീസാകുന്നു. ലോകേഷിന്റെ കാര്യത്തിൽ പ്രതീക്ഷകൾ ഉയർന്ന പോലെ നെൽസന്റെ കാര്യത്തിലും പ്രതീക്ഷകൾ വാനോളമായിരുന്നു. എന്നാൽ ബീസ്റ്റ് നെൽസന്റെ ചിത്രമോ ദളപതിയുടെ ചിത്രമോ അല്ലാത്ത ഒന്നായി വന്നു. കൃത്യമായ കഥയോ തിരക്കഥയോ ഒന്നുമില്ലാതെ ഒരു ചിത്രം വന്നാൽ അത് വിജയിക്കുകയില്ല എന്നതിന് ഉദാഹരണമാണ് ബീസ്റ്റ്. 2023 വാരീസ് റിലീസ് ചെയ്തു. പുതിയതായി ഒന്നുമില്ല. ദളപതിയുടെ സാധാരണ ഫോർമുലയിലുള്ള ഒരു സിനിമ മാത്രമായിരുന്നു അത്. തെലുങ്ക് സിനിമയിൽ നമ്മൾ കണ്ടുമടുത്ത അതേ കാര്യം തന്നെയായിരുന്നു ഈ വാരീസിലും ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ ചിത്രവും ദളപതിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉയർത്തുക തന്നെയാണ് ചെയ്തത്. മാസ്റ്ററിന് ശേഷം അതേ ടീം ലിയോ സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചു. ഇത് 100% എന്റെ സിനിമയാണെന്നാണ് ലോകേഷ് പറഞ്ഞത്. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് വരെ അത് അനുഭവപ്പെട്ടു. 2024 ഗോട്ട് റിലീസ് ചെയ്തു. വലിയ പ്രതീക്ഷയോടെയാണ് ഗോട്ട് കാണാൻ പോയത്. എന്നാൽ അതിനെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. ചിത്രം എങ്ങനെയുള്ളതായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വലിയ വിജയം നേടി. അതേ വർഷം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദളപതിയുടെ വിരമിക്കൽ വാർത്തയും വന്നു. സിനിമാവിലിരുന്ന് വിലകുகிறாർ നടികർ വിജയ്. ദളപതിയുടെ ജനനായകൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. പടം എങ്ങനെ വന്നാലും വലിയ വിജയമാകും. കരിയറിന്റെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ എല്ലാം ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതിന് കേവലം ഒരു ജനപ്രീതി മാത്രം പോരാ, അപാരമായ ധൈര്യവും ആത്മാർത്ഥതയും വേണം. തമിഴ്നാട് அரசின் முதலமைச்சராக സിനിമയിൽ വിജയ് എന്ന നടൻ തീർത്തു വെച്ചത് വെറും സാമ്രാജ്യമല്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച വൈകാരിക ബന്ധമാണ്. ആരംഭകാലത്ത് കേട്ട പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും അധ്വാനം കൊണ്ടും നിശബ്ദത കൊണ്ടും മറുപടി കൊടുത്ത ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. ഈ വിജയഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്.